കാരണം നമ്മുടെ രാജ്യം വളരണമെങ്കിൽ നമ്മളിവിടെ സംരംഭകർ വരണം. കേരളത്തിൽ തന്നെ ഒരു കളക്ടർക്ക് ഉള്ള നമ്മൾ മലയാളികൾ കൊടുക്കുന്ന ഫാൻ ബേസ് പോലും ഒരു സംരംഭകന് കൊടുക്കുന്നില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. കുറെ നാളെ റൈഡൊക്കെ പോയിട്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പോകുന്ന റൈഡിങ്ങിനല്ല, പ്രോട്ടോടൈപ്പിന്റെ ട്രിവാൻഡ്രം ഹബ്ബിലേക്കാണ്. ഡെയിലി ഞാനിങ്ങനെ ട്രാവൽ ചെയ്താണ് പോകുന്നത്, ഒരു 33 കിലോമീറ്റർ. ഞാനവിടെ എത്തിപ്പെട്ടത് ഒരു വലിയ കഥയാണ്, ബോറടിപ്പിക്കില്ലെങ്കിൽ പറയാം. 2 കൊല്ലം മുന്നേ സപ്ലൈ അടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് രാഹുൽ എന്നെ വിളിച്ചത്. അറിയാം, എനിക്ക് ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുന്ന ഒരു മേഡത്തെ അറിയാം. ആ മേഡം ഇപ്പൊ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ കോഴ്സ് പഠിച്ച ടെക്നോ പാർക്ക് ജോലി മേടിച്ചു തരുമോ? ഇത് കേട്ടപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു. വെബ് ഡിസൈനിങ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഞായറാഴ്ച മാത്രമേ ഫ്രീ ആവും, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അവിടെ ചെന്നിരുന്ന് പഠിക്കും. HTML പഠിച്ചു, CSS പഠിച്ചു, ബൂട്ട്സ്ട്രാപ്പ്, ജാക്വറി, ജാവാസ്ക്രിപ്റ്റ് ഇതെല്ലാം പഠിച്ചു. ട്വിസ്റ്റ് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരി നിലവിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. പുള്ളിക്കാരി പണ്ട് ബാക്കെൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. കേട്ടപ്പോഴേ ആ പ്രാന്തന് രാഹുൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തുടർന്നു. പക്ഷെ പുള്ളിക്കാരി എനിക്ക് വേറെ സ്ഥാപനത്തിൽ വെബ് ഡിസൈനിങ് പഠിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ പോയി മാനേജറിനെ കണ്ട് സംസാരിച്ചു. 2 മണിക്കൂർ ക്ലാസ്സിന് എനിക്ക് 500 രൂപ വേണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. അതായിരുന്നു എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം. പക്ഷെ ആഴ്ചയിൽ 3 ദിവസം മാത്രമായിരുന്നു ക്ലാസ്. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കൂളായി. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഈ സ്ഥാപനത്തിലാണ്, URS. ഇവിടെ ഞാൻ പ്രീതിയുടെ സെയിൽസ് പ്രൊമോട്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ കയറിയ പിന്നെ ദിവസം പോകുന്നതേ അറിയില്ല. കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്ത് ഈ ലോകത്ത് ഇങ്ങനെയും വ്യത്യസ്തമായ മനുഷ്യരുണ്ട് എന്ന വലിയ പാഠം ഞാൻ പഠിച്ചു. ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ പ്രോട്ടോടൈപ്പിനെ പറ്റി അറിയുന്നത്. കിളിയുടെ വീഡിയോ കണ്ടു, ബ്രദർ യുവർ നെവർ ഹാഡ്. ആ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, സെയിൽസ് ജോലി കിട്ടി ചെയ്തു, പോയി പുണ്യശ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ കിട്ടി, അതും ആഫ്റ്റർ പ്ലേസ്മെന്റ് തന്നെ കിട്ടി. 56 ബാക്കി അവിടെ തന്നെ കാണാം. അല്ലെങ്കിൽ ലേറ്റായ ഉണ്ണിക്കുന്ന സാർ അബ്ബീന്ന് പുറത്താക്കും. ആ റൈറ്റിൽ കാണുന്ന വ്യക്തിയാണ് ഗോകുൽ സാർ. ഇവിടുത്തെ ടെർമിനേഷൻ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. അവരോട് ചെറുതായിട്ടൊന്ന് ബഹുമാനിച്ചേക്കാം. രാവിലെ തന്നെ എല്ലാവരും അവരവരുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എന്റെ പെപ്പർ. ഇത് രാവിലെ നടക്കുന്ന ഒരു മെയിൻ കലാപരിപാടിയാണ്, എനർജൈസ. പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, കാരണം ഞാൻ രാവിലെ ഓൾറെഡി ജോഗിങ്ങിനൊക്കെ പോയിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് റിയാക്ട് ചെയ്ത് പഠിച്ചു. പിന്നെ കമ്മ്യൂണിക്കേഷൻ സെഷൻ. ഇതാണ് ജോർജിന മാം, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചിരുന്ന് പഠിച്ചു. എല്ലാവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇന്നത്തെ ദിവസം പോയാൽ അറിഞ്ഞില്ല, 8 മണിയായി. ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. സമയം 9 മണി. ഹബ്ബീന് വീട്ടിലെത്തി. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോ ക്ലിപ്സ് ഒന്ന് കണ്ടു നോക്കും. Right? What the fuck? I thought we was on ground level. What's the floor? Which floor are we on? 22 floors? Wait, this can translate live? Yes. Alright, bet. Speak Chinese. 这副眼镜是成都高新区的成都的企业制作的。 Oh, it says sorry in the word, bro. Oh! Hold on, wait. Speak Chinese again. 欢迎来成都。 Hey, sweetie, it's working. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടത്. ഒന്ന് ഓർത്ത് നോക്കി, ചൈന എത്രത്തോളമാണ് വളർന്നതെന്ന്. ഞാൻ നമ്മുടെ രാജ്യത്തെ താത്തി പറയുന്നതല്ല. ഇന്ത്യയും മുമ്പത്തെ അപേക്ഷിച്ച് ഒത്തിരി വളർന്നു. ഇന്ത്യയും കണ്ടിന്യൂസ്ലി ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചൈനയുടെ ഈ വളർച്ച ഒരു അത്ഭുതമായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ചൈന ഇത്ര വേഗത്തിൽ വളർന്നത്?
ഒരു ഉത്തരമേ ഉള്ളൂ, മൈൻഡ് സെറ്റ്, ചൈനീസ് ജനതയുടെ ചിന്ത. USA മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ആ സ്റ്റഡി പ്രകാരം 25 to 35 വയസ്സിനിടയിൽ പ്രായമുള്ള സമയത്താണ് ഒരാൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതും അവന്റെ ക്രിയേറ്റിവിറ്റി, എനർജിയും എല്ലാം കൂടുതലാവുന്നതും. ഈ സമയത്ത് തന്നെയാണ് ഒരാൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുന്നതും. അതുപോലെ തന്നെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി അതിനും ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ആ സ്റ്റഡി പറയുന്നത് 25 to 35 വയസ്സിനിടയിലുള്ള ഇന്ത്യക്കാർ ശരാശരി 1 മുതൽ 5 വർഷം വരെ PSC, UPSC തുടങ്ങിയ എക്സാംസിനായി പ്രിപ്പയർ ചെയ്യുന്നു എന്ന്. പക്ഷെ ഇതിന്റെ സക്സസ് റേറ്റ് ഞെട്ടിക്കുന്നതാണ്. വെറും 1% താഴെ മാത്രമാണ് ഇതിന്റെ സക്സസ് റേറ്റ്. അതായത് ഈ എക്സാംസ് എഴുതുന്ന 1% താഴെ ആളുകൾക്ക് മാത്രമാണ് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥയോ ഡിപ്രഷനും ജീവിതത്തിന് നല്ലൊരു ഭാഗം ഇതിനുവേണ്ടി ചെലവഴിച്ച കുറ്റബോധമായിരിക്കും. ഞാൻ PSC, UPSC തുടങ്ങിയ ഗവൺമെന്റ് ജോലികൾക്കായി പ്രിപ്പയർ ചെയ്യുന്നതിനെ ഡീമോട്ടിവേറ്റ് ചെയ്തതല്ല. പകരം ഞാൻ ഈ പറയുന്നത് ബാക്കി 99% ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചൈനീസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ഒന്ന് നോക്കാം. ചൈനയിൽ ഒരു വിദ്യാർത്ഥി സ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് പഠിക്കുന്നത് ചൈനയിലെ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ സ്കിൽസ് ആണ് ചൈനീസ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി ചൈനയിലുള്ള കമ്പനികളിൽ ഇൻഡസ്ട്രികളിൽ ജോലിക്ക് പോകാൻ കെൽപ്പുള്ളവരായിട്ടാണ് ഇറങ്ങുന്നത്. ഇന്ത്യയുടെ കാര്യം അങ്ങനെയാണോ? ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഫുൾ A+ മേടിച്ചാലേ നമുക്ക് +2 നല്ലൊരു സ്കൂളിൽ നമ്മൾ വിചാരിച്ച കോഴ്സ് എടുത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ +2 കാര്യം. +2 നല്ല മാർക്ക് മേടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കോളേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നേരെ നമുക്ക് ചൈനയിലേക്ക് പോകാം. ചൈനയിൽ ഒരാൾ ഗവൺമെന്റ് ജോലിക്കായി പ്രിപ്പയർ ചെയ്യുന്നു. ഇന്ത്യയെ പോലെ തന്നെയാണ് ചൈനയും. ചൈനീസ് ഗവൺമെന്റ് ജോബ് അവിടുത്തെ ആളുകൾ വളരെ നല്ല സെക്യൂർ ആയിട്ടുള്ള ജോലിയും വെൽ സ്റ്റാറ്റസ് നൽകുന്ന ഒരു ജോലിയും ഒക്കെ തന്നെയായിട്ടാണ് കാണുന്നത്. ഇന്ത്യക്കാരെ പോലെ തന്നെയാണ് അവരും കാണുന്നത്. ചൈനയിൽ ഒരാൾ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ശരാശരി 5 വർഷം പ്രിപ്പയർ ചെയ്യുന്നത് സങ്കല്പിക്കുക. ഈ 5 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം അയാൾ ചൈനീസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഓൾറെഡി സ്കിൽഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ആ പുള്ളിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലിക്ക് പോകാൻ പറ്റും. ഇന്ത്യയുടെ കാര്യം അതാണോ? ഇന്ത്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ അൺസ്കിൽഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അവർക്ക് ഈ 5 ഉം 10 വർഷം ഈ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് രാഷ്ട്രീയം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈവറ്റ് മേഖലയിലൊന്നും പോയിട്ട് ജോലി എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവർ ഓൾറെഡി സ്കിൽഡ് അല്ലാതെയാണ് ഇവിടെ ഇറങ്ങുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ BCom കഴിഞ്ഞ് ഇറങ്ങുന്നു. നമ്മൾ BCom കഴിഞ്ഞ് ഇറങ്ങുന്നു. എത്ര പേർക്ക് ഈ BCom കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ ജോലി കിട്ടും? കിട്ടത്തില്ല. വല്ല മൈക്രോ ഫിനാൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കിട്ടുമായിരിക്കും. അതും ഈ കളക്ഷൻ ഏജന്റ് തുടങ്ങിയ ലോ തസ്തികയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ ടാലി മുതലായ കോഴ്സുകൾ പഠിക്കണം. ഇനി BTech പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിയാണെങ്കിലോ 8,000 രൂപയ്ക്ക് 1-2 കൊല്ലം ഇന്ത്യൻ ആയിട്ട് ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ പ്രോട്ടോടൈപ്പ് പോലെയുള്ള ടെക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കണം. എന്നിട്ട് സ്കിൽഡ് ആയാൽ മാത്രമേ ഒരു നല്ലൊരു സാലറിയിൽ കമ്പനികളിൽ പ്ലേസ് ആവാൻ പറ്റൂ. ഇനി എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുപോലെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും വരും. ഉദാഹരണമായി പറഞ്ഞാൽ ഞാനിപ്പോ പഠിക്കുന്ന പ്രോട്ടോടൈപ്പ്, ഇപ്പൊ തന്നെ ഞാൻ പ്രോട്ടോടൈപ്പ് സ്ഥാപിച്ചിട്ട് 6 വർഷമായി. ഏകദേശം 2000-ലധികം പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. അതും ആവറേജ് 40,000 സാലറിക്ക്. അതിൽ +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, 30 കഴിഞ്ഞ വീട്ടമ്മമാരുണ്ട്, ഡിഗ്രി ഫെയിലായ ആളുകളുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്ന് സ്കിൽ അച്ചീവ് ചെയ്യുകയാണ്. അപ്പൊ സ്കില്ലാണ് മാറ്റർ, നിങ്ങൾ എഡ്യൂക്കേഷൻ അല്ല. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നു,
നിങ്ങൾക്ക് സ്കില്ലില്ല, നിങ്ങൾ സ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പിന്നെയും പഠിക്കണം പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇങ്ങനെ കേസ് എടുത്ത് തന്നെ ഈ ഉദാഹരണം പറഞ്ഞ PSC കോച്ചിങ് സെന്റേഴ്സ്, സിവിൽ സർവീസ് കോച്ചിങ് സെന്റേഴ്സ്, ഈ റിക്രൂട്ട്മെന്റ് റാലി ഒക്കെ, പ്രീ റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുന്ന സെന്ററുകൾ, ഇവരെല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വേണ്ടത്? നമ്മൾക്ക് ടെക്നോളജി കൊണ്ടുവരണം, നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. ഓരോ ആളുകളും, ഇന്ത്യയിലുള്ള ഓരോ ജനതയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് അവരവരുടെ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഇവിടെ സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ രാജ്യം വളരൂ, എങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു പൂജ്യം ടാക്സ് ആയിട്ട് കൊടുക്കണം, അങ്ങനെ നമ്മുടെ രാജ്യം വളരും. എനിക്ക് ഉറപ്പുണ്ട്, നമ്മളെ ചിന്താഗതി മാറുകയാണെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇനി വരുന്ന പുതു തലമുറ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരുടെ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ രാജ്യം വളരെ 10 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ രാജ്യവും ഈ മറ്റു വികസിത രാഷ്ട്രങ്ങളെ പോലെ തന്നെ ഡെവലപ്പാവും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടവര് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.